വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നാട്ടിലേക്ക് മണി ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. ജപ്പാനിലിപ്പോൾ തണുപ്പ് മാറിയിട്ട് ചൂടിലേക്ക് കടക്കുകയാണ്. ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല ചൂടായിരിക്കും. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റി. അതിന് നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മഞ്ഞ് മലകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നേരെ സൈക്കിൾ എടുത്തിട്ട് കൺവീനിയൻസ് സ്റ്റോറിലേക്ക് പോവാണ്. ലോസണിലാണ് നമ്മൾ പൈസ അയക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ജപ്പാനിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തായാലും ഇതുപോലെയുള്ളൊരു സൈക്കിൾ മസ്റ്റാണ്. ഈ കാണുന്നത് ജപ്പാനിലെ ഒരു മെക്ഡൊണാൾഡാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ചധികം ആളുണ്ട്. അങ്ങനെ ഞാൻ ലോസണിലെത്തി. ഇതാണ് ഇവിടുത്തെ കൺവീനിയൻസ് സ്റ്റോർ. അങ്ങനെ സൈക്കിൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അവിടെ സൈക്കിൾ വെച്ചിട്ട് അകത്തേക്ക് കയറിയിട്ട് വേഗം എൻ്റെ പരിപാടിയൊക്കെ തീർത്തു. ഈ ഒരു കൺവീനിയൻസ് സ്റ്റോറിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജപ്പാനിൽ മുക്കിലും മൂലയിലും നമുക്ക് ഇതുപോലെയുള്ള കൺവീനിയൻസ് സ്റ്റോർ ഒരുപാട് പേരുകളിൽ കാണാൻ പറ്റും. ഫാമിലി മാർട്ട്, 7-Eleven, ലോസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കമ്പനികൾ നമുക്ക് കാണാൻ പറ്റും. ജാപ്പനീസ് വേർഡാണ് കമ്പനി എന്നുള്ളത്. നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് മുതൽ ഐസ്ക്രീം, ATM, കൊറിയർ സർവീസ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഈ ഒരു കുഞ്ഞു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ജപ്പാനിലെ കൺവീനിയൻസ് സ്റ്റോർ അഥവാ കമ്പനികളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കമൻറ്റിൽ. അങ്ങനെ ഇതാ ഒരു ആംബുലൻസ് പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.